ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിശ്വാസംശകൾ നേരുകയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓപ്പോയുടെ ഏറ്റവും പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് ഓപ്പോ F21 Pro എന്ന് പറയുന്ന മോഡലാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പം സ്പെസിഫിക്കേഷൻ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, അതുപോലെ എൻ്റെ ഒരു ഒപ്പീനിയൻ കാര്യങ്ങൾ വീഡിയോയിൽ ഏറ്റവും അവസാനം പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ അൾട്രാ സ്ലിം ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. അതായത് വളരെ സ്ലിം ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. വളരെ എന്താ പറയുക, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മോഡലായിരിക്കും ഇത്. അതുപോലെ നമ്മളിതിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബാക്ക് സൈഡ് ഒരു ലെതർ ബേസ്ഡ് ആയിട്ടുള്ള ടെക്സ്ചറും കാര്യങ്ങളായിരിക്കും ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നത്. അതുപോലെ തന്നെ നമുക്കിന്നത് നോക്കുകയാണെങ്കിൽ 2 കളർ ടൈപ്പാണ് വരുന്നത്. അതായത് ബ്ലാക്ക്, ഗ്രേ, ആ ഒരു രീതിയിലുള്ളൊരു ഗ്രേഡിയൻറ്റ് വരുന്നൊരു കളർ ടൈപ്പ്. പിന്നെ വരുന്നത് ഒരു ക്രീം കളറും പിന്നെ ഒരു ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഗ്രേഡിയൻറ്റ് ടൈപ്പ് ആയിരിക്കും എൻ്റെ കളർ വരുന്നത്. അപ്പോൾ ഈ 2 രീതിയിലുള്ള ഒരു കളർ ടൈപ്പാണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് എൻ്റെ കളർ കിട്ടുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ എനിക്ക് ആ സ്ക്വയർ ഷേപ്പ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല രസമാണ് അതൊന്ന് കാണാൻ. അതായത് ആ ഒരു ലെതർ ടെക്സ്ചറും കൂടെ അതിൻ്റെ ബാക്ക് സൈഡിൽ വരുമ്പോൾ നല്ല രസമാണ് ആ ഒരു മോഡൽ കാണാനുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസൈൻ നോക്കാനുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കിനകത്ത് 6.43 ഇഞ്ചിൻ്റെ ഒരു അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. നല്ലൊരു വ്യൂയിങ് ആംഗിളും കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിസ്പ്ലേയിൽ കിട്ടുന്നുണ്ട്. കാരണം വെച്ചാൽ അമോലെഡ് ഡിസ്പ്ലേ ആണ് നമുക്ക് വരുന്നത്. അതുപോലെ നമ്മൾ ഇതിൻ്റെ ബ്രൈറ്റ്നസ് ലെവൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 600 ഇഞ്ചാണ് വരുന്നത്. അതുപോലെ നമുക്ക് ഇതിനകത്ത് പിക്സൽ ഡെൻസിറ്റി വരുന്നത് 450 ppi ആണ്. അതുപോലെ നമുക്ക് ഇതിനകത്ത് ഗോറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അപ്പം ഡിസ്പ്ലേ അടിപൊളിയായിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അമോലെഡ് ഡിസ്പ്ലേ കൊണ്ടുവന്നിട്ടുണ്ട്, അതുപോലെ ഗോറില്ല ഗ്ലാസ് 5 കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം എന്തായാലും ഡിസ്പ്ലേയുടെ സൈഡിൽ നിന്ന് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് Qualcomm Snapdragon 695 എന്ന് പറയുന്ന ആ ഒരു ചിപ്സെറ്റാണ് വന്നിരിക്കുന്നത്. നല്ലൊരു പവർഫുള്ളായുള്ള ചിപ്സെറ്റാണ്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ലൊരു പവർഫുള്ളായുള്ള ചിപ്സെറ്റ് തന്നെയാണ് 695 എന്ന് പറയുന്നത്. അതുപോലെ നമ്മളിതിനകത്ത് 6 നാനോമീറ്ററിൻ്റെ ഫാബ്രിക്കേഷനാണ് വരുന്നത്. അതുപോലെ നമുക്കിതിനകത്ത് വരുന്നത് റാം ടൈപ്പ് എന്ന് പറയുന്നത് LPDDR4X ആണ് വരുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് റാം വരുന്നത് ബേസ് മോഡൽ റാം വരുന്നത് 8GB ആണ്. പിന്നെ 12GB ആണ് ഹൈ എൻഡ് റാം വേരിയൻറ്റ് വരുന്നത്. പിന്നെ നമുക്ക് റാം എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ സ്മാർട്ട് ഫോണുകളിലും ആ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ അതിനകത്ത് ആൻഡ്രോയിഡ് വെർഷൻ 12 ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഓപ്പോ അതിൽ നല്ലൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. അവർ ആൻഡ്രോയിഡ് 11 അല്ല കൊണ്ടുവന്നിരിക്കുന്നത്, 12 ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ മറ്റ് സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾ, ചില ബ്രാൻഡുകളിലൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ആൻഡ്രോയിഡ് 11 വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. എന്താണെന്ന് അറിയാൻ പാടില്ല. പക്ഷേ ഓപ്പോയും സാംസങ്ങും ആണ് ഇപ്പം അവരുടെ സ്മാർട്ട് ഫോണുകൾ ഇറങ്ങുന്ന വഴി അവർ ആൻഡ്രോയിഡ് 12 കൊടുക്കുന്നത് നല്ല കാര്യമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ പെർഫോമൻസ് സൈഡിൽ നിന്ന് നമുക്ക് പറയാനുള്ളത്. പിന്നെ നോക്കാനുള്ള സ്റ്റോറേജ് ആണ്. നമുക്ക് സ്റ്റോറേജ് വരുന്നത് UFS 2.2 ആണ് വരുന്നത്, ടൈപ്പ് വരുന്നത്. അതുപോലെ നമ്മുടെ ബേസ് മോഡൽ സ്റ്റോറേജ് വേരിയൻറ്റ് വരുന്നതെന്ന് പറയുന്നത് 128GB ആണ്. പിന്നെ അതിൻ്റെ മേളിലേക്കുള്ള ഒരു രീതിയിലായിരിക്കും സ്റ്റോറേജ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് മെമ്മറി കാർഡ് യൂസ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. കാരണം വെച്ചാൽ നമുക്ക് അത്യാവശ്യം നമുക്ക് സ്റ്റോറേജ് ഇതിനകത്ത് ഇൻബിൽഡായിട്ട് തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ നമുക്കിപ്പം മെമ്മറി കാർഡ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം ഈ രീതിയിലാണ് ഇതിൻ്റെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമ്മളിതിൻ്റെ ക്യാമറ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഇതിൻ്റെ മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 64 MB ഒരു വൈഡ് ആംഗിൾ ക്യാമറയാണ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ സെക്കൻഡ് ക്യാമറ എന്ന് പറയുന്നത് നമുക്ക് 2 MB ഒരു മാക്രോ ലെൻസാണ് വരുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ 2 MB ഒരു ഡെപ്ത് സെൻസറാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇതിൽ വരുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് 1080p ആൻഡ് 30 FPS വരുന്നുണ്ട്. അതുപോലെ 720p ആൻഡ് 30 FPS വരുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 32 MB ഒരു വൈഡ് ആംഗിൾ ക്യാമറയാണ് വരുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു ക്യാമറ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ 1080p ആൻഡ് 30 FPS, അതുപോലെ 720p ആൻഡ് 30 FPS ആണ് വരുന്നത്. അപ്പം ഈ രീതിയിലായിരിക്കും നമുക്ക് ഈ ഒരു ക്യാമറകൾ ഉപയോഗിച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന സെൻസർ എന്ന് പറയുന്നത് IMX709 എന്ന് പറയുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഇത് സോണി ഓപ്പോയ്ക്ക് വേണ്ടി കസ്റ്റം ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു സെൻസറാണെന്നുള്ള കാര്യം ഓപ്പോ അവകാശപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഓപ്പോ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ക്യാമറ സൈഡിൽ നിന്ന് നോക്കാനുള്ളത്. അടുത്തായിട്ട് നമ്മൾ ഇതിൻ്റെ ബാറ്ററി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കിതിനകത്ത് 4500 mAh ഒരു ബാറ്ററിയാണ് വരുന്നത്. അതുപോലെ ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് 33 വാട്ട് സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുള്ള ഒരു അഡാപ്റ്ററും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ചാർജിങ് സൈഡിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ C ടൈപ്പ് ആയിരിക്കും കേബിൾ വരുന്നത്. പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ബാറ്ററിയുടെ സൈഡിൽ നമുക്ക് നോക്കാനുള്ളത്. ഇനി നമ്മളതിൻ്റെ നെറ്റ്വർക്കും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്കിതിനകത്ത് 2G തൊട്ട് 5G വരെ അവൈലബിൾ ആണ്. അതുപോലെ നമുക്കിതിനകത്ത് ഡുവൽ സിം സപ്പോർട്ടുള്ള ഒരു മോഡലാണ്. അതുപോലെ നമുക്ക് ഈ ഒരു മോഡലിൽ സ്റ്റീരിയോ സ്പീക്കർ ആയിരിക്കും വരുന്നതെന്ന് പറയുന്നുണ്ട്. അതുപോലെ 3.5mm ഓഡിയോ ജാക്ക് അവൈലബിൾ ആണ്. പിന്നെ IR ബ്ലാസ്റ്റർ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഓപ്പോ F21 Proനെ കുറിച്ച് പറയാനുള്ളത്, അല്ലെങ്കിൽ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഇനി നമ്മളിതിൻ്റെ പ്രൈസും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് 22,999 രൂപയാണ് ഇപ്പം ഓൺ സൈഡിൽ
അതായത് ഇതിൻ്റെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന പ്രൈസ് ഈ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ കുറച്ച് ഒപ്പീനിയനാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച്. അതായത് നമുക്കിതിനകത്ത് AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്, Gorilla Glass 5ൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്, പിന്നെ നോക്കുകയാണെങ്കിൽ നല്ലൊരു പെർഫോമൻസ് സൈഡ് ചിപ്സെറ്റിൻ്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്, പിന്നെ നല്ലൊരു ക്യാമറ സെറ്റപ്പ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ OPPO കൊടുത്തിട്ടുണ്ട്, അതായത് 64 MP വൈഡ് ആംഗിൾ ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ഈ ഒരു 22,999 രൂപ ഈ ഒരു പ്രൈസിൽ നല്ലൊരു പെർഫോമൻസ് നമുക്ക് ഈ ഒരു OPPOൻ്റെ സൈഡിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്ന് വെച്ചാൽ നിങ്ങൾ പോയി ഇത് വാങ്ങണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ പെർഫോമൻസ് ഉള്ള സ്മാർട്ട് ഫോൺ നമ്മൾ ഇതിനെക്കാട്ടിയും കുറഞ്ഞ ബഡ്ജറ്റിൽ കിട്ടുന്നുണ്ട്. ബട്ട് നമ്മുടെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കുന്നവർക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് ചെക്ക് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഓപ്ഷനായിട്ട് മാത്രം ഈ ഒരു F21 Pro നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇത് എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു സ്മാർട്ട് ഫോൺ മോശമാണെന്നൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. നല്ലൊരു പെർഫോമൻസ് നമുക്ക് ഈ ഓപ്പോൻ്റെ സൈഡിൽ നിന്ന് കിട്ടും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ആൻഡ്രോയിഡ് വെർഷൻ 12 കൊണ്ടുവന്നിട്ടുണ്ട്, 11 അല്ല കൊണ്ടുവന്നിരിക്കുന്നത്. നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ മറ്റ് ചില ബ്രാൻഡുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും അവർ 11 ആണ് കൊണ്ടുവരുന്നത്. അതൊക്കെ അവരുടെ ഒരു മോശം പെർഫോമൻസ് ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ. എന്തായാലും OPPO അവരുടെ ഒരു മികച്ച ഫോൺ തന്നെയാണ് പുറത്തിറക്കിയിരിക്കുന്നതെന്നാണ് എനിക്ക് ഉള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു OPPO F21 Proനെ കുറിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ട് ഞാൻ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം. എല്ലാവർക്കും ഗുഡ് ബൈ.